വികസനങ്ങളും നാടിന്റെ നേട്ടങ്ങളും ഓർമ്മപ്പെടുത്തി ഒരു സ്ഥാനാർത്ഥി ജനങ്ങളോട് വോട്ട് ചോദിച്ചിറങ്ങുന്നു. മറ്റ് സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കുമാകട്ടെ പറയത്തക്ക നേട്ടങ്ങളൊന്നും തന്നെയില്ല. കള്ളത്തരങ്ങളും വർഗീയതയുമായി മറുവിഭാഗവും വിഷം പടർത്തി പ്രചരണത്തിനിറങ്ങുന്നു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ വ്യക്തമായ കാഴ്ചയാണിത്. പാവങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ലൈഫ് മിഷൻ, യാത്രകൾ സുഗമമാക്കിയ കിഫ്ബി വഴി വികസിപ്പിച്ച റോഡുകൾ തുടങ്ങി വികസിത കേരളത്തിലേക്ക് നിലമ്പൂരിനുള്ള സംഭാവനകളടക്കം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചരണം. എന്നാൽ നിലമ്പൂരിൽ ഏത് രീതിയിലും വിജയിക്കണം, അതിനായി ഏത് തന്ത്രവും കുതന്ത്രവും ഉപയോഗിക്കാം എന്ന രീതിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. വർഗീയ വിഷത്തിന്റെ വാഹകരായി UDF സ്വയം മാറുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാനാകുന്നത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ഇടതുപക്ഷം അപമാനിക്കുകയാണെന്നും ചരിത്രത്തിലുടനീളം മലപ്പുറം ജില്ലയോട് അപമാനമാണ് ഇടതുപക്ഷത്തിന്റെ സമീപനമെന്നുമായിരുന്നു സതീശനും ലീഗും പറഞ്ഞത്. അങ്ങനെ മലപ്പുറം ജില്ലയെ മതവൽക്കരിച്ച് അപമാനിച്ചേ എന്ന വാദം ആദ്യമിറക്കിയ UDF മലപ്പുറം കുട്ടി പാകിസ്ഥാനാക്കുമെന്ന് പറഞ്ഞ ആര്യാടൻ മുഹമ്മദിന്റെ വാക്കുകളെ മനഃപൂർവ്വം വിസ്മരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെയും തീർന്നില്ല. പിന്നെയും തുടർന്നു വിഷം വമ്പിക്കൽ. പിന്നീട് കേരള പോലീസ് സംഘി പോലീസ് എന്നായി അടുത്ത പ്രചരണം. സെൻകുമാറിനെ DGP ആക്കാൻ നടന്ന കോൺഗ്രസ് തന്നെയാണ് ഇത് പറയുന്നതെന്നത് മറ്റൊരു വിരോധാഭാസം. സാധാരണ ജനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ അപഹാസ്യമായ പ്രചാരണങ്ങളുമായി സമൂഹത്തിൽ കൊടിയ വിഷം കലർത്തുന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നയമെന്നത് വ്യക്തമാണ്. ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൃത്യമായി തന്നെ നിലമ്പൂർ ജനത കോൺഗ്രസിന് വ്യക്തമാക്കി കൊടുക്കുന്ന കാലം വിദൂരമല്ലല്ലോ. വർഗീയതയെ വേലിക്കപ്പുറം നിർത്തുന്ന കേരളത്തിൽ വർഗീയ രാഷ്ട്രീയം പ്രയോഗിക്കാൻ കോൺഗ്രസിന് ബുദ്ധി ഉപദേശിച്ച കേന്ദ്രത്തിന് കേരളത്തിലെ ജനങ്ങളെ അറിയാഞ്ഞിട്ടാണ്. അസത്യത്തെ സത്യമാക്കാൻ നിങ്ങൾ എത്ര ഗീബൽസിയൻ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അതെല്ലാം തൂത്തെറിയപ്പെടുക തന്നെ ചെയ്യും.